ഈ വീഡിയോ ഇതെടുത്ത് വെച്ചിട്ട് കുറച്ച് നാളായെങ്കിലും ഇതുവരെ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡാൻസും പ്രോഗ്രാമും എക്സാമും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതങ്ങ് വിട്ടു പോകും. എനിക്ക് ജനുവരിയിൽ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു 2 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. ഓർഡർ എന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ അമ്മയ്ക്കും അമ്മേൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ കൊണ്ടു കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം. അങ്ങനെ രാത്രി ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12 മണിക്കൊന്ന് കുത്തിയിരുന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ. അങ്ങനെ എൻ്റെ കഠിന പ്രയത്നത്തിനൊടുവിൽ പുലർച്ചെ ഒരു 3 മണിയോട് അടുപ്പിച്ച് ഞാൻ എൻ്റെ 3 കേക്കും ഫിനിഷ് ചെയ്തു. ഇനി 3ാമത്തെ കേക്ക് ആർക്കാന്ന് അറിയണ്ടേ? അവിടെയുള്ളൊരമ്മമ്മേൻ്റെ ഒരു കുഞ്ഞു കൊച്ചുമോള്, അവളുമായിട്ട് ഞാൻ കൂട്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ ഒക്കെ അല്ലേ, കുഞ്ഞിനും കൂടെ ഒരു കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ 3 കേക്കും ബേക്ക് ചെയ്ത്. പിന്നെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവൾ ഈ 12 മണി വരെ ഇവിടെ പോയി. ക്ലിനിക്കത്തെ ഡ്യൂട്ടിയും പിന്നെ അമ്മേനെ കാണാൻ പോയിട്ട് വരുന്ന വരവും ഒക്കെ കൂടി ഈ സമയം ആയടാ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കേക്ക്. 1 2 3. ഓ, എന്ത് ഭംഗിയാലേ. ആദ്യം ഉണ്ടാക്കിയ 2ഉം ഫ്ലോപ്പായി പോയടാ. പിന്നെ ഇതിപ്പോൾ 2ാമത് ഉണ്ടാക്കിയതാ. നിങ്ങൾ വിചാരിക്കും ഫ്ലോപ്പായ കേക്കിൻ്റെ വീഡിയോ എന്ത് ചെയ്യാനാടാ. ആ ഫ്ലോപ്പ് ആയത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ അങ്ങ് പോയി. പാക്കിങ് എനിക്കത്ര വലിയ പാടായിട്ട് തോന്നിയില്ല. പാക്കിംഗ് ഒക്കെ സെറ്റായിരുന്നു. ഇനിയൊരു വലിയ കടമ്പയുണ്ടടാ. ഇതൊരു 10-18 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ. നമുക്ക് പ്രത്യേകിച്ച് വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അതായത് നമ്മുടെ പ്രൈവറ്റ് ബസ്. എന്നും സീറ്റ് കിട്ടാറുണ്ടെങ്കിലും അന്ന് സീറ്റ് കിട്ടിയില്ല. തൽക്കാലം ഞാൻ കേക്കിനൊരു സ്ഥലത്ത് സേഫ് ആക്കി വെച്ചിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് ഒതുങ്ങി നിന്നു. ഇനി ഞാനത് കൃത്യമായിട്ട് എത്തേണ്ട അടുത്ത് എത്തിച്ചു. ആൻഡ് കട്ട് ചെയ്തു. റിയാക്ഷൻ കണ്ടല്ലോ. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.